ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അജ്മീർ ദർഗൻ്റെ പരിസരത്തുള്ള രാത്രിയിലെ ലൈറ്റിങ്ങും തിരക്കൊന്നും കാണാൻ പറ്റും. ഇതാണ് അജ്മീറിലെ ദർഗൻ്റെ ഒന്നാമത്തെ ഗേറ്റ്. നല്ല തിരക്കാണ്. ഇപ്പോൾ സമയം 7 മണി. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് റോഡൊക്കെ ഒന്ന് കാണാം. ഇന്ത്യയിലെ നാനാ മതസ്ഥർ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ദർഗൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ലൈറ്റിലിങ്ങനെ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ് ഈ ദർഗൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് വന്നാൽ തന്നെ. ഇവിടെ തന്നെ ഞാൻ രാവിലെ മുമ്പ് കാണിച്ചിരുന്നല്ലോ രാവിലത്തെ കാഴ്ച. ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ്. റോസാപ്പൂ കച്ചവടക്കാരും എല്ലാ കച്ചവടക്കാരും ഇവിടെ ഉണ്ട്. അപ്പൊ ചെരുപ്പോടെ അയച്ചു വെച്ചിട്ട് വേണം പോവാൻ. ഇത് ഒരു പ്ലാസ്റ്റിക് പൂവുകളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലൈറ്റ് കൊണ്ടുള്ള കളിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ നടന്ന് അങ്ങനെ പോവാം കറങ്ങിയിട്ട്. ഇത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഭാഗമാണ്. ഇതിനൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറുമ്മൽ കയറ് കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കഷ്ണം നമ്പർ നമുക്ക് തരും. ഇവിടെ 32 എന്നൊക്കെ പറഞ്ഞില്ല. ആ ഒരു പീസ് നമുക്ക് തരും. മറ്റേ ഇവിടെ കെട്ടി വെക്കുകയും ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ ഇവിടെ കൊടുത്തിട്ട് പോവാണ്. രാവിലെ ഞാനൊരു കടന്റെ അടിയിൽ വെച്ചെടുത്തിരുന്നു. ഇപ്രാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഇവിടെ കൊടുക്കുകയാണ് ഉത്തമം. അപ്പൊ ഞാൻ ഇനി അവിടുന്ന് അങ്ങനെ പോവാണ്. हेलो हाँ जी मैं हमको देख किधर है हेलो आप दे तू नहीं लिंक आई खड़े किया यार चल नहीं मिली ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയാൽ വലിയൊരു ചെമ്പുണ്ട് പൈസയും അരിയൊക്കെ ഇടുന്നത്. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഇപ്പൊ ഏകദേശം അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഇത് രാത്രി 11 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കംപ്ലീറ്റ് എണ്ണി തിട്ടപ്പെടുത്തും. പൈസ വേറെ വെക്കും, അരി വേറെ വെക്കും. അരി ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് വേറൊരു ഭാഗത്ത് ചെമ്പുണ്ട്. ആ ഒരു ചെമ്പില് അരി നന്നായിട്ട് ചോറാക്കിയിട്ട് ഇവിടെയുള്ള വിതരണം ചെയ്യും പിറ്റേ ദിവസം ഉച്ചക്കത്തേക്ക്. അപ്പൊ അത് നമുക്ക് കാണാം. ഇതിപ്പോ അതിന്റെ ഉൾഭാഗമാണ്. മറ്റേ പൈസയും അരിച്ചാക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ പേന്റെ സംഭവം ഉണ്ട്. ഗൂഗിൾ പേ ഇല്ലാത്ത സംഭവമല്ല. കാശില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതി.
जो भी डालना पैसा ഒരു വർഷത്തിൽ 3 ദിവസം റബീഉൽ മാസം 9, 10, 11, 12 ഈ ദിവസങ്ങളിലാണ് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാകുക. घर बोलेगा तो नहीं ना तुम लोग घर ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒന്നും കൂടിയുണ്ട് അവിടെ ചെറുത്, അതൊന്ന് കാണാൻ बंद हो जाएगा फिर बनना ही चालू हो जाएगा वो. പപ്പു പറഞ്ഞ പോലെ ഇത് ചെറുത്, നേരത്തെ കണ്ടത് വലുത്. ഇതിന്റെ മുകളില് പകുതി ഭാഗം പൈസ ഇടുന്ന ഭാഗമുണ്ട്, പകുതി ഭാഗം നല്ല മഞ്ഞ കളറുണ്ട്, ഇത് നെയ്യും വെള്ളമാണ്. ഇതിങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് ഇവിടേക്ക് സംഭാവന കൊടുത്ത അരി ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചിട്ട് ചോറാക്കിയിട്ട് പിന്നെ വിതരണം ചെയ്യും. അതിനുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് മറ്റേ പിന്നെ ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇതുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 3 ദിവസം 10, 11, 12, 9, 10, 11, 12 ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ലൈറ്റ് എത്തിക്കുക. റബീഉൽ മാസം പ്രവാചകൻ്റെ പിന്നെ നബിദിനം ഇത് പ്രമാണിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഈ തിരക്കെന്താണെന്നറിയോ? ഇതിന്റെ അകത്ത് ബിരിയാണി കൊടുക്കുന്നുണ്ട്. ബിരിയാണി കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ ഇരുത്തി കഴിക്കുന്ന അതിനുള്ള തിരക്കാണിത്, അങ്ങോട്ട് കയറാനുള്ള തിരക്ക്. ഇതിൻ്റെ അകത്ത് ചിക്കൻ ബിരിയാണി എടുക്കുന്നുണ്ട്, അത് കഴിക്കാനുള്ള തിരക്കാണ്. കുറച്ച് നേരം വാതിൽ തുറക്കും, അപ്പത്തേക്ക് ആൾ തള്ളിക്കാണ്. വെള്ളം കുടിക്കാനുള്ള തിരക്കാണ്. ഇത് എത്രയോ താഴ്ചയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഗ്രില്ലിന്റെ അടിയിൽ കൂടി അതിന്റെ അടിയിലേക്ക് ക്യാഷ് ഇടുന്ന ചില്ലറ പൈസയും നോട്ടുകളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ചുരുക്കം പറഞ്ഞ പൈസ ഇല്ലാത്ത പരിപാടികൾ ഇവിടെ ഇല്ല. ഇതിന്റെ അകത്താണ് മെയിൻ ആളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ദർഗ ഇതിനനുബന്ധിച്ചിട്ടാണ് ഉള്ളത്.
രാവിലെ വേറെ പാട്ട് കച്ചവടക്കാര് പാട്ട് കച്ചേരിക്കാരായിരുന്നു, ഇപ്പൊ വേറെ കച്ചേരിക്കാരാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാൻ എത്തിപ്പെട്ടതാണെങ്കിലോ അങ്ങനത്തെ ഒരു ദിവസങ്ങളിൽ ഇവിടെ മൊത്തം ലൈറ്റ് കൊണ്ടുള്ള കളിയുള്ള ദിവസം. बैठा हुआ ഇവിടെ ചോറ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. കഴിക്കാവുന്ന ആൾക്കാർ തിരക്കാണ്. ഇതിന്റെ അകത്ത് നോട്ട് തന്നെയാണ്, കണ്ടില്ലേ? അവര് കിട്ടിയ കളക്ഷൻ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഉള്ളില്. ഓരോ അനാചാരങ്ങൾ കണ്ടോളി. പിന്നെ ഈ മരിച്ചെടുക്കുന്ന ആള് ഇതൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പൈസ വരിക്കുന്നതും ഇങ്ങനെ ആളും ജഗപോകയാക്കുന്നത് അതിനൊന്നും അദ്ദേഹം ഉത്തരവാദിയല്ല. ഇപ്പുള്ള സമൂഹം, ഇപ്പുള്ള ആളുകളാണ് അതിനൊക്കെയുള്ള ഉത്തരവാദി. പൂവിട്ട് കൊടുക്കല്, ഞാൻ അതില് തല അതിലേക്ക് ആക്കി വെക്കുക, പലവിധ അന്ധവിശ്വാസങ്ങളാണ് ഉള്ളത്. ഇതൊന്നും ഇസ്ലാമിൽ ഉള്ള സംഭവങ്ങളല്ല. സീറ്റ് നമ്പർ 7 ഇതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളില് ചെമ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഇവിടെ കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗ്യാസ് ഒന്നല്ല, വിറകിലാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത് ഒന്നായിട്ട് ബിരിയാണി ചോറ് വെക്കുന്ന സ്ഥലമാണ്. മോർണിംഗ് जोहर बाद मगरिब बाद दो जोहर बाद मगरिब बाद ओके. सादा राइस, सादा राइस, वेज पुलाव, വെജ് ഫ്ലവർ. സാധാ ചോറുണ്ടാക്കട്ടെ, ബിരിയാണി അല്ല. ഇതിന്റെ മോഡും നോക്കി അവിടെ കുറെ ആൾക്കാർ വരി വെക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ അതിന്റെ അടുത്ത് വന്നാണ്. ഇവിടെ സോയാ ചങ്കിന്റെ ബിരിയാണി കൊടുക്കാണ്, വെജ് ബിരിയാണി. അതിന് വരി നിൽക്കണം, അല്ലാണ്ട് ചിക്കൻ ഒന്നല്ല. സോയാ ചങ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവർക്കും പിന്നെ പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ചെമ്പ് ഉണ്ടല്ലോ, അവിടെ മഞ്ഞ കളറിൽ നെയ്യൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് ചോറുണ്ടാക്കുന്നുണ്ട്. ആ ചോറും ആയിട്ടില്ല, ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല ചെമ്പ്, അവിടെ വെച്ചുണ്ടാക്കിയതാണ് തോന്നുന്നുണ്ടത്. ഇതൊക്കെ വരി നിൽക്കുകയാണ് കംപ്ലീറ്റ്. ഈ വെജ് സോയാ ചങ്കിന് വരി നിൽക്കുന്നവരാണിത്.
ദർഗന്റെ ഒരറ്റത്ത് ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളമാണ് ഈ കാണുന്നത്. കുളത്തിൽ അത്യാവശ്യം നല്ല ചളിയും മണ്ണൊക്കെ ഉണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല ലൈറ്റ് വെച്ചിട്ട് നല്ല പച്ച കളറിലെ ലൈറ്റൊക്കെ ചില ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മൂലക്കലാണ് ഉള്ളത്. ഈ ദർഗന്റെ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇതിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. അത് കംപ്ലീറ്റ് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോറിന്റെ അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. ഇത് ഇവിടെ കബറടക്കിയ ഷെയ്ഖിന്റെ പഴയ വീടാണോ സംശയമുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഏഷാ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ വട്ടത്തില് തലീകെട്ടും കെട്ടിയിരിക്കുന്ന ആൾക്കാർ നമ്മളെ മലയാളികൾ കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന ആൾക്കാർ അവരവിടെ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എന്തോ ഒരു സമ്മേളനം കൂടുകയാണ് ഇപ്പൊ ഇവിടെ. പള്ളീന്റെ മുറ്റത്താണിത്. थोड़ा रात को लीजिए. ഈ പൂക്കളും ഈ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു മാസം ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ചെമ്പുണ്ടല്ലോ ചോറുണ്ടാക്കുന്നത്, അതിന്റെ അടിയിലുള്ള ആ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. അപ്പൊ ഏകദേശം വെള്ളമൊക്കെ തിളച്ചു വന്നിക്കുന്നു. ഇതിലിഞ്ഞ് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ അരിയിടും. പിന്നെ അത് ചോറാക്കും. പിന്നെ അത് ഇവിടെ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ദിവസം ഇവിടെ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടുന്ന് മടങ്ങി ഇതിന്റെ റോഡിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.